ഹലോ ഫ്രണ്ട്സ്, ആൽബിൻ മൈക്കിൾ വ്ളോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര മുണ്ടക്കയത്ത് നിന്ന് നേരെ കൊടൈക്കനാലിലേക്കാണ്. അപ്പോൾ അതിൻ്റെ യാത്ര വിശേഷങ്ങളുമായിരിക്കും ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോകുന്നതിന് മുമ്പായിട്ടുള്ള വണ്ടിക്കുള്ള പെർമിറ്റ് റെഡിയാക്കിയാണ്. പെർമിറ്റ് റെഡിയാക്കി തരുന്നത് എൻ്റെ വൈഫ് അൽഫോൺസയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പെർമിറ്റ് സംബന്ധമായ ഗസറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ പോവാം. അപ്പോൾ ഞാൻ സ്ഥലത്ത് തിരിക്കുകയാണ്. രാവിലെ 5 മണിയൊക്കെ ഇപ്പോൾ തന്നെ ഞാനിവിടെ വന്നു. അപ്പോൾ രാവിലെ മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസാണ്. മൊത്തത്തിൽ കോടമഞ്ഞൊക്കെ കയറി മൊത്തത്തിൽ നല്ലൊരു ഇതിലിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിന് മുമ്പേ തന്നെ ഞാൻ അവിടെ നിന്ന് മൊത്തത്തിൽ ആ വിഷ്വലൊന്ന് എടുക്കാനാണ്. പക്ഷേ മൊത്തത്തിൽ ഇരുട്ടായതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു ഇതായിപ്പോയി. പക്ഷേ മൊത്തത്തിൽ നല്ലൊരു നൈസ് ആംബിയൻസാണ്. അതായത് നേരം വെളുത്ത് വരുന്നത് ഞാൻ നിന്ന് അവിടെ കണ്ട്. അപ്പം അങ്ങനെ നല്ലൊരു എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ എല്ലാവരും പോകുന്നതിന് മുമ്പായിട്ട് ബാഗൊക്കെ എല്ലാവരും വണ്ടിയുടെ ഡിക്കിയിൽ വെക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് യാത്ര തുടരാം. അപ്പോൾ ഇവിടുത്തെ കോടമഞ്ഞിനോടൊക്കെ നമ്മൾ യാത്ര പറഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ പോകാൻ തുടങ്ങുന്നു. അപ്പോൾ അതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളിതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെയാണ് എനിക്ക് ഇനിയും കൂടുതൽ വീഡിയോസ് ഇടാനായിട്ടൊരു പ്രചോദനമായിരിക്കും. പിന്നെ ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ട്രിപ്പൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ താഴെ കൊടുക്കാം. നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തിയേക്കണേ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ മടുക്ക കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മടുക്കയിൽ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേന് പാറവണക്കെപ്പുറയായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. പക്ഷേ രാവിലെ നല്ലൊരു ആംബിയൻസ് ആണേ. അതായത് നമ്മളിങ്ങോട്ട് പോകുന്ന വഴിക്കുന്നുണ്ട്, താഴെയായിട്ട് ഈ മലയുടെ താഴെയായിട്ട് കണ്ടോ, ഇവിടെ നല്ല മഞ്ഞൊക്കെ കയറി നല്ലൊരു ആംബിയൻസ് ആണ്. ഈ കാണുന്നതിൻ്റെ അതിൻ്റെ അപ്പുറം പാഞ്ചാലിമേടാണ് കേട്ടോ. പാഞ്ചാലിമേടിൻ്റെ താഴ്വശമാണ് കേട്ടോ. അത് നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു അസുഖമായൊരു കാര്യങ്ങളാണ്, ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലത്തെ സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും നമുക്ക് ഇൻഷുറൻസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഓരോ ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഓരോന്നൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ വരുമാനത്തിനും ബജറ്റിനും പറ്റിയ ഇൻഷുറൻസ് ഒക്കെ സജസ്റ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര തുടരുന്നു. അപ്പോൾ നമ്മൾ 34 പള്ളിയിൽ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ കയറി യാത്രയൊക്കെ ശുഭമാകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ വാഹനത്തിൽ കയറി നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഈ വ്യൂ ഉണ്ട് കേട്ടോ, ഇവിടെ അത് കാണാത്തവരൊന്ന് കണ്ടേക്കണേ. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ പിന്നെ മഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ രാവിലെ തന്നെ പോവുകയാണെങ്കിൽ ഇതുപോലെ കോടമഞ്ഞിൻ്റെ നമുക്ക് നല്ലൊരു കൂൾ മൈൻഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെയും കുറേ വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കൊടുകുത്തിക്ക് അപ്പുറമായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടുന്ന് പോകുന്നു. അപ്പോൾ ഏകദേശം കൊടുകുത്തി എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നു. അപ്പം കൊടുകുത്തി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെയാണ് വ്യൂ പോയിൻ്റ്, എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും. അപ്പം ഈ രാവിലെ സമയത്ത് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളപ്പരവതാനി വിതച്ചാന്നൊക്കെ പറയത്തില്ല, ആ ഒരു ആംബിയൻസിലേക്ക് ഇതുണ്ടോ. നമ്മൾ താഴോട്ട് നോക്കി താഴെ മഞ്ഞ കേട്ടോ കിടക്കുന്നത്. അതായത് മലയുടെ താഴെയായിട്ട് അതിൻ്റെ മണ്ടയിൽ മല, അതിൻ്റെ താഴെ ആൾക്കാർ നമുക്ക് വാസസ്ഥലം, അതിന് മുകളിലായിട്ട് ഇടയ്ക്കായിട്ട് മഞ്ഞ് ഇങ്ങനെ പുറച്ചു മൂടി നിൽക്കുകയാണ്. നല്ലൊരു ആംബിയൻസ് ആണേ. അപ്പം എല്ലാവരും ഒന്ന് കാണുക കേട്ടോ. ഞങ്ങൾ വണ്ടി നിർത്തി കാണിക്കാൻ നോർത്ത്, പക്ഷേ അതിന് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഇടം ഇച്ചിരി കുറവായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ആയി. അപ്പോൾ എല്ലാവരും തന്നെ ഉറക്കമായി കേട്ടോ. അപ്പം പുറകെ 2 പേര് മാത്രം, ജെയ്സൺ ആൻഡ് CB വിഷ്ണു. അപ്പോൾ 2 പേര് മാത്രം പുറകിൽ ഇരിപ്പുണ്ട്. പിന്നെ അജീഷും ഉണ്ട്, ഇവർ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ വളഞ്ഞങ്ങാനം എത്തിയിട്ടുണ്ട്. വളഞ്ഞങ്ങാനം എത്തിയിട്ട് നമ്മളിങ്ങനെ ഒരു ചായ കുടിക്കാതെ പോകുന്നു. അപ്പോൾ ഇവിടെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് പോകാമെന്ന് ഓർത്തു. ഞങ്ങൾ ചെന്നപ്പോൾ കുഴപ്പമില്ലാത്തൊരു വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒത്തിരി വെള്ളച്ചാട്ടവും ഇല്ല, കുറവുമില്ല. ചില സമയത്ത് ഇവിടെ ഒന്നും വെള്ളമില്ല, ചില സമയം ഭയങ്കര വെള്ളമായിരിക്കും. വലിയ കുഴപ്പമില്ല, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ആ സമയത്ത് കേട്ടോ. പിന്നെ അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിക്കുന്നു. അപ്പം അതിനുശേഷം നമ്മൾ ഇവിടുന്ന് യാത്ര തുടരുകയാണ്. അപ്പം ഇവിടുത്തെ ഒരു വ്യൂ കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആണ്. അത് തിരക്കൊന്നും വന്നിട്ട് ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം കഴിഞ്ഞ് നല്ല തിരക്കാണ് അവിടെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിന്നെ യാത്ര തുടരുന്നു. അപ്പം പോകുന്ന വഴിക്ക് നമ്മൾ കുട്ടിക്കാനം എത്താറായിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാനത്തിലേക്ക് നമ്മൾ കയറുന്നു. ഇപ്പം ഇവിടെ ഞാനിപ്പോൾ ശ്രദ്ധിച്ചതുണ്ടോ, ഇവിടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ സമയമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു അഡ്വർടൈസ്മെൻറ്റും പരിപാടി ആ കൂടെ സമയമൊക്കെ കാണിക്കുന്നത്. നമ്മളിപ്പോൾ 7 മണിയായപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സമയം നോക്കേണ്ട വന്നില്ല, ഇവിടെ തന്നെ സമയമുള്ളതുകൊണ്ട് നോക്കേണ്ട വന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ വീട് ശ്രദ്ധിച്ചു, നല്ലൊരു രസമുണ്ടല്ലേ അത് കാണാൻ. അതായത് നമ്മൾ രാജ്യത്തേക്കുള്ള വീട്. പിന്നെ എല്ലാവരും കാണിച്ചു തരാം. അത് അജയാണ് വണ്ടി ഓടിക്കുന്നത്. ഇതെൻ്റെ കൂട്ടുകാരൻ സുനീത്, ഇത് വിഷ്ണു, CB, അപ്പുറത്തിരിക്കുന്ന ജസ്റ്റിൻ, പുറയിൽ അജീഷ്, പുറയിലിരിക്കുന്ന ജെയ്സൺ. എല്ലാവരും കൂടെയാണ്. എല്ലാവരും ഉറക്കമൊക്കെ കഴിഞ്ഞ് ചായ കൂടി കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഓണായി. അതിനുശേഷം നമ്മൾ കുമളിയിലെത്തി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് കഴിക്കണം. മൊത്തത്തിൽ എല്ലാവരും ഡൗണായി, ഞാനും മൊത്തത്തിൽ ഡൗണായി. അപ്പം എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇവിടെ കയറുകയാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാൻ ഓർത്തു. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിനുശേഷം ഫുഡ് കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ മൊത്തത്തിൽ ഡൗണായി. അപ്പോഴത്തേനും പിന്നെ നമ്മൾ കുമളി കഴിഞ്ഞിട്ട് ഇനി അപ്പുറത്തോട്ട് കേരളം വിടുകയാണ്. കേരളം വിട്ട തമിഴ്നാടിൻ്റെ ബോർഡറിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്.
പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഫോൺസ നമുക്ക് പെർമിറ്റിൻ്റെ പേപ്പർ തന്നിരുന്നു. പക്ഷേ ഞാനത് എടുക്കാൻ മറന്നു, ഫിസിക്കലി എടുക്കാൻ മറന്നു. എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്, പക്ഷേ എങ്കിൽ അത് ഫിസിക്കലി ഞാൻ എടുക്കാൻ മറന്നു. പോകുന്ന വഴി കോപ്പി എടുക്കാമെന്നാണ് ഓർക്കുന്നത്. പക്ഷേ എങ്കിൽ പോകുന്ന വഴിക്കൊന്നും കടകളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ആ രാവിലെ ഈ സമയത്തായതുകൊണ്ട് കടകളൊക്കെ ഓപ്പണായി വരുന്നത് തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റേതായ ഒരു പ്രയാസമുണ്ടായി. ഞാൻ ഇവരോട് പറഞ്ഞപ്പോൾ ഇവരെന്നെ എടുക്കാമെന്ന് ചോദിച്ചു. പക്ഷേ കുറച്ച് പേരുടെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് പോകുന്ന വഴിക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എടുക്കാം എന്നൊരു തീരുമാനത്തിരിക്കുകയാണ്. പിന്നെ ഞാനാണ് കടകളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ അങ്ങനെ ഒരു വിഷയം കൊണ്ടുണ്ട് എനിക്ക്. നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മൊത്തത്തിൽ നല്ല ഒരു ഭൂപ്രകൃതിയാണ് കേട്ടോ. മൊത്തത്തിൽ നല്ല എന്താ നേരം വെളുത്ത് വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു വെയിലും നല്ല തണുപ്പും മൊത്തം നല്ലൊരു ആംബിയൻസാണ് കേട്ടോ. ഞാൻ പോകുന്നതിൻ്റെ വിഷയം കൂടെ ഉൾപ്പെടുത്തും. എനിക്ക് വഴിക്കൊക്കെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്, നമ്മൾ സൂക്ഷിക്കണം. വഴിയൊക്കെ നിർത്തി കഴിഞ്ഞ് ഇമാർ ചാടി വണ്ടിക്കകത്തോട്ട് കയറും. പോകുന്ന വഴിക്ക് അങ്ങനെ ഒരു അനുഭവം കൂടെ ഉണ്ട് കേട്ടോ. അത് വീഡിയോ മൊത്തത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ നമ്മൾ ലോവർ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് നല്ല സ്ട്രെയിറ്റ് റോഡാണ്, അതുകൊണ്ട് തന്നെ നല്ല രസമാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചങ്ങ് മൊത്തം പുളിമരങ്ങളാണ് കേട്ടോ. നല്ല രസമാണ് അവിടെ ഇങ്ങനെ അടുത്തൂടെ പോകാൻ. പിന്നെ കുറച്ചങ്ങോട്ട് പോകുന്ന കഴിയുമ്പോഴത്തേക്കിനും അവിടെ മൊത്തത്തിൽ മലകളും മൊത്തത്തിൽ ആകാശം നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. മൊത്തത്തിൽ കൃഷിയാണ്. നല്ല അവരുള്ള സ്ഥലം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വഴിക്ക് മൊത്തം തെങ്ങുകളാണ്. പിന്നെ തെങ്ങ് കുറേ കരിക്ക് കാര്യങ്ങളൊക്കെയാണ്. മൊത്തത്തിൽ നല്ലൊരു ഇതാണ്. ഇവരുള്ള സ്ഥലം ഉള്ളത് നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങൾ മാത്രം ഇങ്ങനെ തരിശൂമിയായിട്ട് കിടപ്പുണ്ട്. പക്ഷേ ഉള്ള സ്ഥലം അവർ നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ആംബിയൻസാണ്. രാവിലെ നേരം വെളുത്ത് വരുന്നതുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നുമില്ല. അപ്പം നല്ലൊരു തണുത്ത കാറ്റുമുണ്ട്. മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ലോവർ ക്യാമ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വന്നപ്പോഴത്തേക്കിനും ഇവിടെ വന്നപ്പോൾ നമ്മൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കണം. ഡീസലാണ് ഈ വണ്ടിക്ക് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പമ്പിലായിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പം ഇവിടുത്തെ റേറ്റൊക്കെ നോക്കുകയാണ്. ഇപ്പോൾ റേറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡീസലൊക്കെ അടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഐഡിയ ചെയ്യുന്നത്. ഞാൻ ഏതായാലും നമ്മുടെ പെർമിറ്റിൻ്റെ പേപ്പർ എടുത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ അതിന് മുമ്പ് അവരെ ഒന്ന് സൂപ്പിടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ തെങ്ങൊക്കെ കണ്ടു. അപ്പം നമ്മൾ തെങ്ങിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് പിടിക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടെയൊക്കെ പോയി സംസാരിച്ചു. അതിനുശേഷം അവർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പേപ്പർ തന്നു കേട്ടോ. പ്രിൻ്റ് എടുത്ത് തന്നു. അവിടെ നിന്ന് വേറെ കടകളൊന്നുമില്ല, പക്ഷേ ഇവർ തന്നില്ലായിരുന്നു. നമ്മൾ പെട്ടുപോയതിന്. പിന്നെ അറിയാവുന്ന തമിഴ് വാക്കിലൊക്കെ നന്ദിയൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ അവിടുന്ന് പിന്നെ യാത്ര തുടരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും എഴുന്നേറ്റ് ഉറക്കമൊക്കെ കഴിഞ്ഞു. നമ്മൾ പിന്നെ ഇനിയിപ്പം ചൂടായി കേട്ടോ. നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലപ്പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ മൊത്തം മലകളാണ് കേട്ടോ. മൊത്തം നല്ലൊരു ആംബിയൻസ്, മൊത്തം നിരപ്പ് റോഡും മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസുമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഓട്ടോയ്ക്ക് നമ്മുടെ നാട്ടിലെ ഓട്ടോയ്ക്ക് ചെറിയ കളർ വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ട്രാക്ടർ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ കൂടെ പണ്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വരത്തില്ലായിരുന്നു. അതുപോലെ ഇപ്പോഴും ഇതിലെ ഇങ്ങനെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ട്. ഇതിനകത്ത് ആ ഓട്ടോയുടെ ഫ്രണ്ട് സീറ്റ് ഉണ്ടെങ്കിൽ ഇവർ പുറകിലാണ് ഇരിക്കുന്നത്. അതെന്താ കാര്യം മനസ്സിലാകുന്നില്ല. എന്തായാലും ഒരു പുറകിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് യാത്ര തുടരാൻ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ പുളിമരം ഉണ്ടെന്നില്ലേ, പുളിമരത്തോട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നല്ല തണലാണ്, നല്ലൊരു തണുപ്പാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ നല്ലൊരു ആംബിയൻസാണ്. അപ്പോൾ നമ്മൾ ഇവിടെ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പുളിമരത്തോട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ വന്നപ്പോൾ പിന്നെ ചൂടായി. പുളിമരത്തോട്ടം കഴിഞ്ഞപ്പോൾ ചൂടായി. പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ, ഓവർ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ തെങ്ങും തോട്ടം ഇത് തന്നെ സ്ട്രെയിറ്റ് റോഡാണ്. ഇവിടെ നിന്ന് അങ്ങ് കിടക്കുകയാണ്. ഇത് തീരുന്നില്ല, അങ്ങ് കിടക്കുകയാണ്. മുമ്പോട്ട് അങ്ങ് കിടക്കുകയാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് ടോളുണ്ട് കേട്ടോ. നമ്മൾ റോഡിന് പൈസ അടയ്ക്കണം. പക്ഷേ അതിന് കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ 110 രൂപയാണ് മേടിച്ചത്. പക്ഷേ എങ്കിൽ കുഴപ്പമില്ല, അതിനുള്ള റോഡുണ്ട് കേട്ടോ. ഒരു കട്ടർ പോലും നമുക്ക് ഫീൽ ചെയ്തില്ല. മൊത്തത്തിൽ നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല റോഡും നല്ല കാര്യങ്ങളും. അപ്പോൾ അതിന് 110 രൂപ കൊടുത്താലും നഷ്ടമൊന്നുമില്ല. അപ്പോൾ അതിനുള്ള ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ ലോക്ക് ചെയ്തു. ഇനി പൈസ കൊടുത്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പൈസ കൊടുത്തുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തു, ടോക്കൺ കിട്ടി, ഗേറ്റൊക്കെ തുറന്നു. നമ്മൾ പിന്നെ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്ട്രെയിറ്റ് റോഡ്. പിന്നെ ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർക്കൊന്നും ഹെൽമെറ്റ് നിർബന്ധമല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഹെൽമെറ്റ് വെക്കുന്നത് എന്തോ നിയമവിരുദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഉള്ളവർ ഹെൽമെറ്റും വെക്കാറില്ല. പിന്നെ ത്രിബിളടിച്ചാണ് പോകുന്നത്. പിന്നെ അങ്ങോട്ട് ടിക്കറ്റ് ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്ന ചില പരിപാടികൾ, അങ്ങനത്തെ ചില പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെ മുമ്പോട്ട് ഇവിടെ ഇടയ്ക്കൊക്കെ എല്ലാം പുളിത്തോട്ടങ്ങളാണ്. മൊത്തത്തിൽ ഈ പുളിത്തോട്ടം വരുമ്പോഴാണ് നമുക്കൊരു തണലൊക്കെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. മൊത്തത്തിൽ നല്ല ആംബിയൻസാണ്. നല്ല ചൂട് വരുമ്പോഴത്തേനും ചൂട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞങ്ങളൊന്ന് നിർത്തി. സ്ഥലപ്പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മളൊന്ന് നിർത്തി. ഇവിടെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. പിന്നെ ഇവിടെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഒരു ഇതാണ്. നമുക്ക് അത്യാവശ്യം കുറേ പേരൊക്കെ ഇവിടെ വണ്ടി നിർത്തി കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഇതാണ്. നല്ല മരങ്ങളൊക്കെ, മൊത്തത്തിൽ നല്ല പച്ചപ്പ്,
അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടെ പ്രത്യേക ഒരു തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ ചിലയിടത്ത് ചൂടും ചിലയിടത്ത് തണുപ്പും അങ്ങനെ മാറി മാറി ക്ലൈമറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് അക്കരെ കണ്ടോ ഒരു വെള്ളച്ചാട്ടം കണ്ടോ, നല്ല നല്ല രസമാണ് കാണാൻ. എനിക്ക് എത്രമാത്രം കാണാൻ അറിയത്തില്ല, ഞാൻ സൂം ചെയ്ത് കാണിക്കാവേ. കണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ, അപ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ അത് കാണാൻ. അപ്പോൾ അതിനകത്ത് എനിക്കൊരു സംശയം വന്നു, ഈ വെള്ളച്ചാട്ടം അവിടെ നിന്ന് അവിടെ വരെ വന്നേ, പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോയെന്നുള്ളൊരു സംശയം. നിങ്ങൾക്ക് ഒരു സംശയം വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു മരങ്ങളും മൊത്തത്തിൽ നല്ലൊരു പച്ചപ്പ് ഹരിതാപവും നിറഞ്ഞൊരു അന്തരീക്ഷം. അപ്പോൾ ഞാൻ ഇവിടെ കൂടെ ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ ഞാൻ എനിക്ക് അവിടെ ഒന്നുകൂടെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ തോന്നി. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞ സംശയം ശരിയല്ലേ, ഇത് കണ്ടു ഇവിടുന്ന് വെള്ളച്ചാട്ടം വരുന്നു. ആ വെള്ളച്ചാട്ടം പിന്നെ എങ്ങോട്ടാണോ പോകുന്നത് ഞാനൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് യാത്ര തുടർന്നു. അപ്പോൾ നമ്മൾ ഏകദേശം കൊടൈക്കനാൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ ഓർത്തു. ഇവർ മലയാളത്തിലൊക്കെ എഴുതിയിട്ടുണ്ടോ, റൂമുകൾ എന്നുള്ളത് രൂമുകൾ വാടകയ്ക്ക്, ഫാമിലി എന്നുള്ളടത്ത് ഫാമിലി ഫുഡ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ഹോട്ടലുണ്ട്, ഒരു പള്ളി പോലെയൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ ഒരു പള്ളിയുടെ അന്തരീക്ഷം, മൊത്തത്തിൽ ഇതിനകത്തോട്ട് കയറി നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. നമ്മൾ ഇപ്പോൾ എല്ലാവരും കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് വന്നത്, എല്ലാവരെയും ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട്. അപ്പോൾ നമ്മൾ വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് എന്താ ഓർഡർ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിരിക്കുകയാണ്. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കിനും എല്ലാവരും പല ഫുഡുകളിങ്ങനെ പറയുകയാണ്. അപ്പം റൈസും ബിരിയാണിയും അങ്ങനെ പറയാമെന്ന് ഓർത്തു. അപ്പം നമ്മൾ ഏത് ഫുഡ് വേണമെന്നുള്ള ഇങ്ങനെ തീരുമാനത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇതാണ് ജസ്റ്റിൻ റൈസ് എന്ന് ഓർഡർ ചെയ്തപ്പോഴത്തേനും ഓർത്ത് നമ്മൾ കേരളത്തിലെ നമ്മൾ ചോറാന്ന് ഓർത്ത്, ഇത് ഇവിടുത്തെ ഒരു ബിരിയാണി റൈസ് പോലെയൊക്കെ തന്നെ ഇരിക്കുന്നത്. അപ്പം ഇത് അതുപോലത്തെ ഒരു റൈസാണ്, കുഴപ്പമില്ല, നല്ലതെന്നാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പം പിന്നെ ജസ്റ്റിന് കിട്ടിയ റൈസിൻ്റെ കൂടെ ചില സ്വീറ്റ് ഐറ്റംസ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒന്ന് മാറി മാറി ട്രൈ ചെയ്ത് നോക്കി. അതിനുശേഷം നമുക്കുള്ള ബിരിയാണിയുടെ കൂടെ അല്ല ഒരു ഓംപ്ലേറ്റും കൂടെ പറഞ്ഞു. നമ്മൾ ഓംപ്ലേറ്റ് പറഞ്ഞില്ല, പക്ഷേ ഓംപ്ലേറ്റ് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ യാത്ര തുടരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മൾ കൊടൈക്കനാൽ ലേക്കിലേക്ക് എത്തുകയാണ്. അപ്പം ഇവിടുത്തെ ഒരു നല്ല ആംബിയൻസ് ആണ് കേട്ടോ. നമ്മളങ്ങോട്ട് എത്തുന്നു. അപ്പം ഇവിടെയൊക്കെ ബലൂണൊക്കെ വെച്ചിട്ട് വെടിവെച്ച് പൊട്ടിക്കുന്ന ചില പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളൊന്നും കയറിയൊന്നുമില്ല. നമ്മൾ ഇതേണ്ട ഏകദേശം നമ്മളിട്ട് തടാകമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കാണാൻ. പിന്നെ നമ്മൾ കുറേ നേരം ഇവിടെ കറങ്ങിയതിന് ശേഷം മൊത്തത്തിൽ നമ്മൾ രാവിലെ വന്നതല്ലേ, മൊത്തത്തിൽ നമ്മൾ ഡൗണായി. അപ്പോൾ നമ്മൾ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂമിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ഏകദേശം റൂമിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയുടെ അടുത്ത വീഡിയോ നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം അതുകൂടെ ഉൾക്കൊള്ളിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിലേക്ക്. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കുക. അങ്ങനെയാകുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.